ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ടു സൈലം SSC Arabic. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലെ ഇൻസ്റ്റാൾമെൻറ്റ് കൺസെപ്റ്റ് ആണ്. നമ്മൾ മുന്നേ തന്നെ സിമ്പിൾ ഇൻട്രസ്റ്റിലെ ഇൻസ്റ്റാൾമെൻറ്റ് കൺസെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് കണ്ടിട്ട് ഈ വീഡിയോ കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു കണക്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ എങ്ങനെയാണ് ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് വന്നാൽ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് മുമ്പ് ഇതിൻ്റെ ആ ഒരു ലോജിക്ക് നിങ്ങൾ മനസ്സിലാക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിലുള്ള ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്. സിമ്പിൾ ഇൻട്രസ്റ്റിൽ നമ്മൾ ഇപ്പം പലിശക്ക് മുകളിൽ പലിശ കണക്കാക്കുന്നില്ല അല്ലേ, ആ പ്രിൻസിപ്പളിൻ്റെ മുകളിൽ മാത്രമേ പലിശ കണക്കാക്കുന്നുള്ളൂ. നേരെ മറിച്ച് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലോട്ട് വരുമ്പോൾ പ്രിൻസിപ്പളിൻ്റെ മുകളിലും പലിശ കണക്കാക്കുന്നു, ആ പലിശയുടെ മുകളിലും പലിശ കണക്കാക്കുന്നു. അപ്പോൾ ഇൻസ്റ്റാൾമെൻറ്റിൽ നമ്മൾ തിരിച്ചടവ് വരുന്ന സമയത്ത് സിമ്പിൾ ഇൻട്രസ്റ്റിൽ പ്രിൻസിപ്പളിലോട്ടാണ് നമ്മൾ തിരിച്ചടയ്ക്കുന്നത്, പലിശ എല്ലാം നമ്മൾ അവസാനം മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ. എന്നാൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലോട്ട് വരുമ്പോൾ നമ്മൾ തിരിച്ചടയ്ക്കുന്ന അടവുകളും എങ്ങോട്ടാണ് പോകുന്നത്, പ്രിൻസിപ്പൽ പ്ലസ് അതിൻ്റെ മുകളിലുള്ള പലിശയിലോട്ടാണ്, അതായത് എമൗണ്ടിലോട്ടാണ് പോകുന്നത്. ആ ഒരു ബേസിക് ഡിഫറൻസ് മനസ്സിലാക്കാം നമ്മൾ. ഇനി ഇവിടെ നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ നിങ്ങൾക്ക് ഭയങ്കര സിമ്പിളായിട്ട് ചിന്തിക്കുക, അതിൻ്റെ ഒരുപാട് ഡെപ്തിലോട്ടൊന്നും നമ്മൾ പോകുന്നില്ല, ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യാനുള്ള ആ രീതിയിലോട്ട് മാത്രം നമ്മൾ നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു പ്രിൻസിപ്പിൾ പി എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഇത് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടയ്ക്കുന്ന സമയത്ത് നമ്മൾ ഓരോ വർഷത്തിലോട്ടും ഓരോ പ്രിൻസിപ്പിളായിട്ട് കരുതും. അതായത് ടോട്ടൽ പ്രിൻസിപ്പിളിനെ നമ്മൾ എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യും. ഫോർ എക്സാമ്പിളിന് 2 വർഷത്തേക്കാണ് ഇൻസ്റ്റാൾമെൻറ്റ് വരുന്നതെങ്കിൽ ഒന്നാമത്തെ വർഷത്തോട്ടുള്ള പ്രിൻസിപ്പിൾ P1 എന്നും അതേപോലെ രണ്ടാമത്തെ വർഷത്തിലോട്ടുള്ള പ്രിൻസിപ്പിൾ P2 എന്നും കൺസിഡർ ചെയ്യും. ഈ ടോട്ടൽ പ്രിൻസിപ്പിളിനെ 2 ഭാഗമാക്കി മാറ്റിയതാണ്. എന്നിട്ട് ഒന്നാമത്തെ വർഷം നമ്മൾ തിരിച്ചടയ്ക്കുന്ന ഇൻസ്റ്റാൾമെൻ്റ് ഉണ്ടല്ലോ, ആ ഇൻസ്റ്റാൾമെൻ്റ് എന്ന് പറയുന്നത് P1ൻ്റെ എമൗണ്ട്, അതായത് P1ന് ഒരു വർഷം കൊണ്ട് അത് അക്യുമുലേറ്റ് ചെയ്യപ്പെടുന്ന പലിശയും കൂടെ ചേർന്ന എമൗണ്ട് ഉണ്ടല്ലോ, ആ എമൗണ്ട് തിരിച്ചടച്ച് നമ്മൾ ആ പ്രിൻസിപ്പിൾ അവിടെ തീർക്കുക ചെയ്യുന്നത്. അതായത് ടോട്ടൽ പ്രിൻസിപ്പിളിനെ 2 പാർട്ടാക്കിയതിൽ ആദ്യത്തെ പാർട്ട് അതും അതിൻ്റെ പലിശയും ചേർത്ത് ഒന്നാമത്തെ വർഷം എൻഡിൽ നമ്മൾ എന്ത് ചെയ്യും, അവിടെ തീർക്കും. അപ്പോൾ അതവിടെ ആര് ബാക്കിയുണ്ട്, ഒരു പാർട്ടും കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ രണ്ടാമത്തെ പാർട്ടിലോട്ട് നമ്മൾ തൊട്ടിട്ടില്ല, അതിൻ്റെ പ്രിൻസിപ്പിളോ അല്ലെങ്കിൽ അതിൻ്റെ പലിശയോ ഒന്നും തൊട്ടിട്ടില്ല, എല്ലാം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ വർഷം എൻഡിലോട്ട് വരുമ്പം ഈ പ്രിൻസിപ്പിളും അതിൻ്റെ പലിശ 2 വർഷത്തെ പലിശയും പിന്നെ പലിശയുടെ പലിശ വന്നിട്ടുണ്ടാവല്ലോ, 2 വർഷം നിൽക്കുമ്പോൾ ഒന്നാമത്തെ വർഷത്തെ പലിശയുടെ മുകളിലും പലിശ വന്നിട്ടുണ്ടാവും. ഇതെല്ലാം ചേർന്നിട്ടുള്ള ഒരു എമൗണ്ട് A2 ആണ്. ആ എമൗണ്ട് ആണ് രണ്ടാമത്തെ വർഷത്തെ ഇൻസ്റ്റാൾമെൻറ്റ്. അപ്പം കൂടുതലായിട്ട് നമുക്ക് ഈ 2 ഇൻസ്റ്റാൾമെൻറ്റും സെയിം ആക്കിയിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. അതല്ലാത്ത ക്വസ്റ്റ്യൻസും ഉണ്ട്, നമുക്ക് നോക്കാം. ഇനി വേറൊരു കാര്യം കൂടെ, ഇനിയിപ്പോൾ നമുക്ക് 3 വർഷത്തേക്കാണെങ്കിൽ എന്താ സംഭവിക്കാം, ഈ പ്രിൻസിപ്പിളിനെ 3 പാർട്ടാക്കും, ആ 3 പാർട്ടിൻ്റെ എമൗണ്ടുകൾ എന്ത് ചെയ്യും, ഓരോ വർഷവും നമ്മൾ അടച്ചു വീട്ടും. ഇതാണ് ബേസിക് ആയിട്ടുള്ള ലോജിക് എന്ന് മനസ്സിലാക്കാം കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ. ഇനി ഇവിടെ നോക്കിക്കുക മക്കളെ, നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ എങ്ങനെയാണ് എമൗണ്ട് കാണേണ്ടതെന്നൊക്കെ അറിയാം അല്ലേ. ഒരു എക്സാമ്പിളിന് ഞാനിവിടെ പറയുകയാണ്, ഈ പ്രിൻസിപ്പിൾ P തന്നെ കൺസിഡർ ചെയ്തോളൂ. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10% എന്ന് എടുക്കാം. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10%. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഓരോ P1, P2, P3 ഇങ്ങനെ 3 പാർട്ട് ഉണ്ടല്ലോ, ആ 3 പാർട്ടും അതിന് എമൗണ്ടുകൾ ഈ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടച്ചു വീട്ടുന്ന എമൗണ്ടുകളും തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കും നമുക്ക് നോക്കാം. അതായത് നമുക്കറിയാം A1 എന്തായിരിക്കും, A1 എന്ന് പറയുന്നത് P1ൻ്റെ ഒരു വർഷം കഴിഞ്ഞാലുള്ള എമൗണ്ട്. 10% പലിശ നിരക്കിൽ 10% എന്ന് പറയുമ്പോൾ ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്താൽ 1/10. അപ്പം ഈ A1 എന്ന് പറയുന്നത് P1ൻ്റെ ഒരു വർഷം കഴിഞ്ഞാലുള്ള എമൗണ്ട് എന്ന് പറഞ്ഞാൽ P1 × 1/10 എന്ന് പറയുമ്പം 10 + 1 11/10 ആയിട്ട് ഇൻക്രീസ് ആയിട്ടുണ്ടാവും അല്ലേ. P1ൻ്റെ 11/10 ആയിരിക്കും. അതായത് P1/A1 ഇവർ തമ്മിലുള്ള റേഷ്യോ എനിക്ക് എങ്ങനെ പറയാം, 10/11 എന്ന് കൊടുക്കാൻ സാധിക്കും. അതേപോലെ A2 പറഞ്ഞിടാം. A2 എങ്ങനെയാണ് വരിക, A2 എന്ന് പറയുന്നത് P2ൻ്റെ 2 വർഷമായതുകൊണ്ട് 11/10 ഹോൾ സ്ക്വയർ അല്ലേ. അതായത് P2/A1 എങ്ങനെ വരും, P2/A1 എന്ന് പറയുന്നത് 10/11 ഹോൾ സ്ക്വയർ.
തലതിരിഞ്ഞത് എങ്ങനെയാണ്? A1 ഇപ്പുറത്തേക്ക് വരുമ്പം 11/10 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ ആവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് റിലേഷൻ വരുന്നത്. അപ്പോൾ ഓഫ് കോഴ്സ് A3 വരുമ്പോൾ എങ്ങനെയായിരിക്കും വരേണ്ടത്? A3 വരുന്ന സമയത്ത് നമുക്ക് എന്ത് പറയാം? P3യുടെ 11/10 ഓൾ ക്യൂബ് അല്ലേ? അതായത് P3/A3 എന്ന് പറയുന്നത് 10/11 ഓൾ ക്യൂബ്. ഇങ്ങനെ ഇനിയിപ്പോൾ വർഷങ്ങൾ കൂടുന്നതിനനുസരിച്ച് ഈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ പാർട്ടും അതിൻ്റെ എമൗണ്ട് അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെൻറ്റും തമ്മിലുള്ള റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പം ഈ ഒരു ലോജിക്ക് വെച്ച് നമ്മളിത് ഇങ്ങനെയാണ് ചിന്തിക്കാം. അതായത് ഇപ്പം നിങ്ങൾക്ക് ഒന്നാമത്തെ വർഷത്തിലോട്ടുള്ള ഇപ്പം 10% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ കേട്ടോ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10% വരുന്നുണ്ട്. അപ്പം നമ്മളിങ്ങനെ പ്രിൻസിപ്പിൾ എമൗണ്ട് ഓരോ പാർട്ടും കേട്ടോ, ഞാനിവിടെ ഒന്നാമത്തെ പാർട്ട്, രണ്ടാമത്തെ പാർട്ട്, മൂന്നാമത്തെ പാർട്ട് ഇങ്ങനെ നോക്കുകയാണേ. ഒന്നാമത്തെ പാർട്ട് വരുന്ന സമയത്ത് 10% എന്ന് പറഞ്ഞാൽ 1/10 ആണ്, 10/11 ആവും. ഇനി അങ്ങോട്ടേക്ക് എന്താ ചെയ്യുന്നത്? 2 വർഷം എന്ന് പറയുമ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 2 ഭാഗത്തും സ്ക്വയർ ചെയ്താൽ മതി അല്ലേ? 10 സ്ക്വയർ 11 സ്ക്വയർ. 3 വർഷം എന്ന് പറഞ്ഞാൽ 10 ക്യൂബ് 11 ക്യൂബ്. 4 വർഷം എന്ന് പറയുമ്പോൾ 10⁴, 11⁴. ഇതിങ്ങനെ കൂടി വരും. ഇത്രയേ ഉള്ളൂ ആക്ച്വലി ഇതിൻ്റെ ബേസിക് കൺസെപ്റ്റ്. ഞാൻ എന്നും പറയാറുണ്ട്, സിമ്പിൾ ഇൻട്രസ്റ്റ് പൊതുവേ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനേക്കാളും സിമ്പിൾ. പക്ഷേ ഈ ഒരു ഇൻസ്റ്റാൾമെൻറ്റ് കൺസെപ്റ്റിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ടുള്ളത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. സിമ്പിൾ ഇൻട്രസ്റ്റിൽ കുറച്ചും കൂടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലംസിൻ്റെ എണ്ണം കൂടുതലാണ്. ഇവിടെ അതൊന്നുമില്ല. ബേസിക് ആയിട്ടുള്ള ഈ ഒരു ലോജിക്ക് വെച്ചിട്ടാണ് നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും അപ്രോച്ച് ചെയ്യേണ്ടത്. ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസിലോട്ട് പോകുന്നതിന് മുന്നേ നമുക്കിപ്പോൾ ഓൺഗോയിങ് പോയിക്കൊണ്ടിരിക്കുന്ന 1-2 ബാച്ചസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ആദ്യത്തേത് ഇപ്പം നമ്മുടെ മുന്നിൽ വരാനിരിക്കുന്ന ഈ SSC CGL എക്സാം ഉണ്ടല്ലോ, ഇപ്പോൾ ഈ 2025 CGL എക്സാമിൻ്റെ Tier 1 പ്രിപ്പയർ ചെയ്യുന്ന അത്യാവശ്യം പഠിച്ചെല്ലാം സെറ്റായ ആൾക്കാർക്ക് വേണ്ടിയിട്ട് അത് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ബാച്ചാണ് SSC CGL PVQ ക്രാഷ് ബാച്ച് എന്ന് പറയുന്നത്. 45 ഡേയ്സിൻ്റെതാണ്. ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. റെക്കോർഡ് ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആയിരിക്കും. അതായത് ഓൾറെഡി കഴിഞ്ഞു പോയിട്ടുള്ള ലൈവ് ക്ലാസ്സിൻ്റെ റെക്കോർഡ് ക്ലാസ് എല്ലാം അവൈലബിൾ ആയിരിക്കും. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ആൻഡ് ഓൾസോ അതല്ലാതെ റെഗുലർ ബാച്ച് നോക്കുന്നവർക്കാണെങ്കിൽ SSC CGL സെലക്ഷൻ ബാച്ച് ഓൾറെഡി ഓൺഗോയിങ് ആണ്, കുറച്ചായിട്ടുണ്ട്. എന്നാലും ഈ പറഞ്ഞതുപോലെ ലൈവ് ക്ലാസ്സിൻ്റെ എല്ലാം റെക്കോർഡ് ക്ലാസ് അവൈലബിൾ ആണ്. ഇൻ കേസ് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ 2 ബാച്ചസും ആണ് ഇപ്പം CGL വേണ്ടിയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ഇതല്ലാതെ നമുക്ക് CHSL ബാച്ച് ഉണ്ട്, അതേപോലെ തന്നെ CPO ബാച്ച് ഉണ്ട്, MTS ബാച്ച് ഉണ്ട്. അപ്പോൾ ഏതിലെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്ത് ചെയ്യാം, ഗൂഗിൾ ഫോം കൊടുക്കാം കേട്ടോ. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. എ സം ഓഫ് ₹60,200 വാസ് ടേക്കൺ ആസ് എ ലോൺ. ദിസ് ഈസ് ടു ബി പെയ്ഡ് ഇൻ 2 equal installments. If the rate of interest is 15% per annum compounded annually, then the value of each installment is. ഞാൻ പറഞ്ഞു കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് എന്തിനെയാണ്? ഇതിനെയാണ്. ഇവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 15% എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ 15%നെ ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യാം. 3/20 ആണ് അല്ലേ? ഇനി നമുക്ക് പ്രിൻസിപ്പിളും എമൗണ്ടും ഓരോ പാർട്ടും തമ്മിലുള്ള റേഷ്യോ നോക്കാൻ ഒന്നാമത്തെ വർഷം എന്താ വരിക? 20 3 കൂടി 23, 20:23. ടോട്ടൽ ഇവിടെ 2 years ആണ് പറയുന്നത് അല്ലേ? 2 equal installments ആണ്. അപ്പോൾ രണ്ടാമത്തെ വർഷം 20യുടെ സ്ക്വയർ 400, 23യുടെ സ്ക്വയർ 529 റേഷ്യോ കിട്ടി. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളോട് ഇവിടെ പറയുന്നുണ്ട് ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ്സ് ആണ് അല്ലേ? ഇൻസ്റ്റാൾമെൻറ്റ് ഈക്വൽ ആണ്. അതായത് ഈ 2 എമൗണ്ടും 2 പാർട്ടിൻ്റെയും എമൗണ്ട് എന്ന് പറയുന്നത് ഈക്വൽ ആണ്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം? ഈക്വൽ ആക്കി കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഈ റേഷ്യോ മൊത്തത്തിൽ നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് ഈക്വൽ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഇവിടെ ഞാനൊരു 23 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ? ഇവിടെ 529 ആണ്. 23നെ 23 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 529 കിട്ടും. സോ നമ്മുടെ റേഷ്യോ എന്തായിട്ട് മാറി? 20 × 23 ദാറ്റ് ഈസ് ഈക്വൽ ടു 460:529. രണ്ടാമത്തെ വർഷം 400:529. ഇതിൽ നമുക്ക് ടോട്ടൽ പ്രിൻസിപ്പിൾ തന്നിട്ടുണ്ട്. ഇത് പ്രിൻസിപ്പിളിനെ 2 പാർട്ടാക്കിയതിൽ പാർട്ട് 1ഉം പാർട്ട് 2. ടോട്ടൽ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സം ആണല്ലേ?
860 യൂണിറ്റ്. അപ്പോൾ ആ 860 യൂണിറ്റ് തന്നിട്ടുണ്ട്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് ഈച്ച് ഇൻസ്റ്റാൾമെൻറ്റ്, ഒരു ഇൻസ്റ്റാൾമെൻറ്റ് എത്ര, 529 യൂണിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ 860 യൂണിറ്റ് എന്ന് പറയുന്നത് 60,200 ആണെങ്കിൽ 529 യൂണിറ്റ് എത്ര? ഈ സീറോയും ക്യാൻസൽ ചെയ്യാം. 86 602 7 ടൈംസ്, അതായത് 529 യൂണിറ്റ് എന്ന് പറയുന്നത് 70 ഇൻറ്റു 529. നമുക്ക് ഡിജിറ്റ് സമം യൂണിറ്റ് ഡിജിറ്റും പറ്റൂല, കാരണം ഇവിടെ നൺ ഓഫ് ദ എബോവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. സോൾവ് ചെയ്തേ പറ്റുള്ളൂ. 529നെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3703 കിട്ടും. ഇവിടെ ഒരു സീറോ കൂടെ ഉണ്ട്. സോ ഓപ്ഷൻ എ ഈസ് ദ ആൻസർ. 37,030 റുപ്പീസ് ആണ് ഒരു ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് വരുന്നതെന്ന് പറയാൻ സാധിക്കും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ മാൻ പർച്ചേസസ് എ മോട്ടോർ ബൈക്ക് ഫോർ എ സർട്ടൻ പ്രൈസ് ആൻഡ് പ്രോമിസ് ടു പേ ദ പ്രൈസ് ഇൻ 2 equal annual installments of rupees 13,230 at the rate of 5% per annum compounded annually. Find the cost price of motor bike. ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്, ഇൻസ്റ്റാൾമെൻറ്റ് തന്നിട്ടുണ്ട്. മോട്ടോർ ബൈക്കിൻ്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ ടോട്ടൽ പ്രിൻസിപ്പിൾ ആണല്ലേ, പ്രിൻസിപ്പിൾ കാണാം. ഇപ്പോഴും റേഷ്യോ കൺസെപ്റ്റ് ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ 5% എന്ന് പറയുമ്പോൾ 1/20 ആണ്. അപ്പം പ്രിൻസിപ്പിളും എമൗണ്ടും തമ്മിലുള്ള റേഷ്യോ 2 വർഷത്തേക്കാണല്ലേ, 2 ഇൻസ്റ്റാൾമെൻറ്റ്സ് ആണ്, 2 ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ്സ് ആണ്. 20:21, 400:441. ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഈക്വൽ ആക്കാൻ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ 21 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതായത് 420ഉം 441ഉം 400ഉം 441ഉം 2 പാർട്ടിൻ്റെയും റേഷ്യോ കിട്ടി. നമുക്കിവിടെ ഇക്വേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്തുമായിട്ടാണ്? ഇവിടെ നമുക്ക് ഇൻസ്റ്റാൾമെൻറ്റ് തന്നിട്ടുണ്ട് 13,230 ആണ്. അതായത് 441 യൂണിറ്റ് ആണ് ഒരു ഇൻസ്റ്റാൾമെൻറ്റ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 13,230 ആണെങ്കിൽ ടോട്ടൽ പ്രിൻസിപ്പിൾ മക്കൾ എത്രയാണ്? 820 യൂണിറ്റ് അല്ലേ? ഇത് കണ്ടാൽ മതി. 441 ഇൻറ്റു 3 ആണ് 1323. ഒരു 0 ഇൻറ്റു 30. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇൻറ്റു 30 ആണ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 24,600 രൂപയാണ് നമ്മുടെ ടോട്ടൽ പ്രിൻസിപ്പിൾ എന്ന് പറയാൻ സാധിക്കും. 24,600 ഈസ് ദ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A loan has to be returned in 2 equal yearly installments of each of 88,200 ആണ്. 88,200. If the rate of interest is 5% compounded annually, then the total interest paid. ഓക്കെ, ഓരോ ക്വസ്റ്റ്യനിലും ഓരോന്നാണ് ചോദിക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യനിൽ ഇൻസ്റ്റാൾമെൻറ്റ് ചോദിച്ചു, രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ പ്രിൻസിപ്പിൾ ചോദിച്ചു. ഇവിടെ നമുക്ക് ടോട്ടൽ ഇൻട്രസ്റ്റ് പെയ്ഡ് ആണ്. ടോട്ടൽ ഇൻട്രസ്റ്റ് പെയ്ഡ് എന്ന് പറയുമ്പോൾ എന്താ വരുന്നത് മക്കളെ? അതെന്താ റിലേഷൻ എങ്ങനെയാണ് വരുന്നത്? ടോട്ടൽ എമൗണ്ട് മൈനസ് ടോട്ടൽ പ്രിൻസിപ്പിൾ ആണ്. ഇവിടെ നമുക്ക് ടോട്ടൽ എമൗണ്ടും പ്രിൻസിപ്പിളും തമ്മിലൊക്കെ റേഷ്യോ വാല്യൂസ് കിട്ടും അല്ലേ? അപ്പം നമ്മൾ സോൾവ് ചെയ്യുന്നു. 5% 1/20 ആണ്. ഒന്നാമത്തെ വർഷം 20, 21 ആവും. രണ്ടാമത്തെ വർഷം 400, 441 ആവും. ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ്സ് ആണ് അല്ലേ? 2 ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ്സ് ആണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇത് ഈക്വൽ ആക്കുമ്പം 420, 441, 400, 441. ടോട്ടൽ പ്രിൻസിപ്പിൾ 820 യൂണിറ്റ്. ടോട്ടൽ എമൗണ്ട് നോക്കിക്കേ. ടോട്ടൽ എമൗണ്ട് എന്ന് പറയുമ്പം ഓരോ പാർട്ടായിട്ട് നമ്മൾ അടച്ചു വിട്ടുന്ന ഇൻസ്റ്റാൾമെൻ്റ് ഒക്കെ എമൗണ്ട് ആണ്. അതിൻ്റെ ആകെ തുക 881 യൂണിറ്റ് ആണ് ടോട്ടൽ എമൗണ്ട്. അങ്ങനെയാണെങ്കിൽ മക്കളെ ടോട്ടൽ ഇൻട്രസ്റ്റ് എന്തായിരിക്കും? ഇവരുടെ ഡിഫറൻസ് ആണല്ലേ. സോറി, 881 അല്ല, 882 ആണ്. 882. അപ്പം ടോട്ടൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ ഇൻട്രസ്റ്റ് ടോട്ടൽ എമൗണ്ട് മൈനസ് ടോട്ടൽ പ്രിൻസിപ്പിൾ. 62 യൂണിറ്റ് ആണ് ഇവിടുത്തെ പലിശ. ഇതെത്രയാണെന്നാണ് കണക്കാക്കേണ്ടത്. അത് കണക്കാക്കാൻ ഏതെങ്കിലും വാല്യൂ നമുക്ക് വേണം. ഇവിടെ നമുക്ക് എന്ത് വാല്യൂ തന്നിരിക്കുന്നത്? ഓരോ ഇൻസ്റ്റാൾമെൻറ്റും എത്ര? 441 യൂണിറ്റ് എത്ര? 441 യൂണിറ്റ് എന്ന് പറയുന്നത് 88,200 ആണെങ്കിൽ നമുക്ക് പലിശ 62 യൂണിറ്റ് എത്ര പറയാം? 441 ഇൻറ്റു 2 0. അപ്പോൾ ഇവിടെ ഇൻറ്റു 200 ചെയ്യുന്ന സമയത്ത് 12,400 രൂപയാണ്
ഇവിടെ പലിശയായിട്ട് വരുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പം നമുക്ക് ഓരോന്നിലും വ്യത്യസ്തങ്ങളാണ്. ഇതിൽ നമുക്ക് നോക്കാം. എ മാൻ ബോറോസ് എ സർട്ടൻ മണി ഫ്രം എ ബാങ്ക് ആൻഡ് പ്രോമിസ് ടു പേ ദ എമൗണ്ട് ഇൻ 2 equal annual installments at the rate of 12.5% per annum compounded annually. If the total interest paid by him was 7,020. നോക്കിക്കേ, ടോട്ടൽ ഇൻട്രസ്റ്റ് പെയ്ഡ് തന്നിട്ടുണ്ട്. എന്ത് കാണണം? ടോട്ടൽ പ്രിൻസിപ്പിൾ കാണണം. അഗെയിൻ 12.5% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/8 ആണ്. അപ്പം പ്രിൻസിപ്പളും എമൗണ്ടും തമ്മിലുള്ള റേഷ്യോ ഒന്നാമത്തെ വർഷം 8/9 ആവും. രണ്ടാമത്തെ വർഷം 8ന്റെ സ്ക്വയർ 9ന്റെ സ്ക്വയർ 64/81 ആവും. 2 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ്സ് ആണ്. ഈക്വൽ ആയതുകൊണ്ട് ഈക്വൽ ആക്കാൻ ഞാൻ ഇവിടെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 8 9 72, 9 9 81. രണ്ടാമത്തെ വർഷം 64/81. നമുക്ക് അറിയുന്നത് എന്താണ്? അറിയുന്നത് ടോട്ടൽ ഇൻട്രസ്റ്റ് ആണ്, ടോട്ടൽ പ്രിൻസിപ്പിൾ ആണ് കാണേണ്ടത്. ടോട്ടൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് 136 യൂണിറ്റ് ആണ് അല്ലേ. ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 162. ഇതിൻ്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ എന്ത് വരും? ടോട്ടൽ ഇൻട്രസ്റ്റ് എന്താ വരുന്നത്? 26 യൂണിറ്റ്. അപ്പം നമുക്കത് ഇക്വേറ്റ് ചെയ്യാം. 26 യൂണിറ്റ് എന്ന് പറയുന്നത് 7020 ആണെങ്കിൽ നമുക്ക് കാണേണ്ടത് എന്താണ്? 136 യൂണിറ്റ് ആണല്ലേ ടോട്ടൽ പ്രിൻസിപ്പിൾ. അപ്പം 136 യൂണിറ്റ് എത്ര എന്നുള്ളത് സോൾവ് ചെയ്താൽ മതി. 7020 ഇൻറ്റു 136 ഡിവൈഡഡ് ബൈ 26 വരും അല്ലേ. 26 നമുക്ക് ഇവിടെ കട്ട് ചെയ്യുന്ന സമയത്ത് 70ൽ 26 എത്ര ടൈംസ് പോവും? 2 ടൈംസ് പോവും. 52 ആണ്. ബാക്കി എന്താണ്? നമുക്ക് 182 എന്ന് പറയുമ്പോൾ 26 ഇൻറ്റു 7 ആണ്. അപ്പം 27 ഇൻറ്റു 136. 27 ഇൻറ്റു 136 എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? യൂണിറ്റ് ഡിജിറ്റോ അല്ലെങ്കിൽ ഡിജിറ്റ് സമ്മോ അപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം യൂണിറ്റ് ഡിജിറ്റ് 7 ഇൻറ്റു 7 അല്ല, ഇവിടെ ഒരു 0 ഉണ്ട് കേട്ടോ. 270 ഇൻറ്റു 136. അപ്പോൾ 0 വരുന്ന 2 ഓപ്ഷൻ ഉണ്ട്. 0 ഒഴിവാക്കി കഴിഞ്ഞാൽ 7 ഇൻറ്റു 6 42. 2 ആണ് യൂണിറ്റ് ഡിജിറ്റ് വരേണ്ടത്. 2 യൂണിറ്റ് ഡിജിറ്റ് വരുന്നത് ഓപ്ഷൻ ബി ആണ്. 36,720 ആണെന്ന് പറയാൻ സാധിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ ഇതുവരെ ചെയ്തതൊക്കെ 2 ഇൻസ്റ്റാൾമെൻറ്റ് വരുന്നതാണ്. 3 ഇൻസ്റ്റാൾമെൻറ്റ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കുക കേട്ടോ. ഇപ്പോൾ 10% ആണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ. 16,550 രൂപ 3 ഈക്വൽ ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ്സിൽ ഇൻസ്റ്റാൾമെൻറ്റ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യന്. ഇപ്പോൾ 10% എന്ന് പറയുമ്പോൾ 1/10. ഒന്നാമത്തെ വർഷം 10 11 ആവും. രണ്ടാമത്തെ വർഷം 100 121. മൂന്നാമത്തെ വർഷം 1000 1331 ആണ് അല്ലേ. 11ന്റെ ക്യൂബ്. ഇനി ഈക്വൽ ഇൻസ്റ്റാൾമെന്റ്സ് ആയതുകൊണ്ട് എല്ലാ ഇൻസ്റ്റാൾമെന്റും ഈക്വൽ ആക്കാൻ ഇവിടെ 11 കൊണ്ടും ഇവിടെ 121 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. 1210 1331. രണ്ടാമത്തെ വർഷം 1100 1331. മൂന്നാമത്തെ വർഷം 1000 1331. നമുക്ക് ടോട്ടൽ എമൗണ്ട് അല്ല പ്രിൻസിപ്പിൾ അറിയാം അല്ലേ. ടോട്ടൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? 3310 ആണ്. 3310 യൂണിറ്റ് എന്ന് പറയുന്നത് 16,550 ആണെങ്കിൽ ഒരു ഇൻസ്റ്റാൾമെന്റ് 1331 യൂണിറ്റ് എത്ര? 3310 ഇൻറ്റു 5 ആണല്ലേ 16,550 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇൻറ്റു 5 ചെയ്യുന്ന സമയത്ത് 6,655 നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. സോ ഓപ്ഷൻ എ ആണ് ആൻസർ എന്ന് പറയാൻ സാധിക്കും. ഇനി ഞാൻ ഇതിലൊരു വെറൈറ്റി ക്വസ്റ്റ്യനും കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ചെയ്തത് ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ് വരുന്ന കേസ് ആണെങ്കിൽ, ഈക്വൽ അല്ലാതെ വന്നാൽ എങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടതെന്നും കൂടെ ഒന്ന് നോക്കാം കേട്ടോ. ഇതാണ് ഒരു വെറൈറ്റി ടൈപ്പ് ഓഫ് പ്രോബ്ലം എന്ന് പറയുന്നത്. ആയുഷ് ബോറോയുടെ സം ഓഫ് മണി ഫ്രം എ ഫ്രണ്ട് അറ്റ് 25% കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. ഹി വാസ് അലൗഡ് ടു പേ ദ മണി ബാക്ക് ഇൻ ഫ്ലെക്സിബിൾ ആനുവൽ ഇൻസ്റ്റാൾമെന്റ്സ്. നോക്കിക്കേ, ഫ്ലെക്സിബിൾ ആണ്, ഈക്വൽ അല്ല, ഫ്ലെക്സിബിൾ ആനുവൽ ഇൻസ്റ്റാൾമെന്റ് ആണ്. സോ ഹി പെയ്ഡ് ബാക്ക് ഇൻ 3 years in 3 different installments. His installment at the end of first year was ₹1,000, second year ₹1,200 and third year $1,125. What was the sum borrowed? അതായത് പ്രിൻസിപ്പിളാണ് ചോദിച്ചിരിക്കുന്നത്. ബാക്കിയൊക്കെ നോർമലാണ്. 25% നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ ഫ്രാക്ഷനിലോട്ട് മാറ്റി 1/4.
ഒന്നാമത്തെ വർഷം 4 എന്താവും 5 ആവും. രണ്ടാമത്തെ വർഷം എന്താവും അതിൻ്റെ സ്ക്വയർ അല്ലേ 1625. മൂന്നാമത്തെ വർഷം ക്യൂബ് 64 125. ഇവിടെ നമുക്ക് ഒരു കാര്യം വ്യത്യാസമുള്ളത് എന്താണ്, ഇൻസ്റ്റാൾമെൻറ്റ് ഈക്വൽ ആക്കാൻ പറ്റില്ല. മൂന്ന് ഡിഫറെൻറ്റ് ഇൻസ്റ്റാൾമെൻ്റ് ആണ്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ഇതിൽ ഓരോ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെയും കറസ്പോണ്ടിങ് പാർട്ട് ഓഫ് പ്രിൻസിപ്പിൾ കണ്ടുപിടിച്ചിട്ട് ടോട്ടൽ പ്രിൻസിപ്പിൾ കണ്ടാൽ മതി. ഇപ്പം ഇവിടെ നോക്കുന്ന സമയത്ത് ആദ്യത്തെ പാർട്ടിൻ്റെ എമൗണ്ട് 5 യൂണിറ്റ് എത്രയാണ് നോക്കിയേ, ഇൻസ്റ്റാൾമെൻറ്റ് തന്നിട്ടുണ്ട് 5 യൂണിറ്റ് 1000 ആണല്ലേ. 5 യൂണിറ്റ് 1000 ആണെങ്കിൽ 4 യൂണിറ്റ് എന്തായിരിക്കണം 800 ആയിരിക്കണം. അങ്ങനെ കമ്പയർ ചെയ്താൽ മതി. ഇനി രണ്ടാമത്തെ വർഷം 25 യൂണിറ്റ് 1200 ആണ്. അപ്പം 25-നെ എന്ത് ചെയ്താൽ 1200 ആവുന്നത്, 25-നെ 100-ൽ 25 4 തവണ ഇൻറ്റു 12 48 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇവിടെ 48 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 48 ഇൻറ്റു 16 ദാറ്റ് ഈസ് ഈക്വൽ ടു 480 240 288 768. ഓക്കെ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ 125 യൂണിറ്റ് എന്ന് പറയുന്നത് 1125 ആണെങ്കിൽ 64 യൂണിറ്റ്. 125-നെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 1125. അപ്പോൾ ഇവിടെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 64 ഇൻറ്റു 9 540 36 576. ഓക്കെ ആണല്ലോ. അപ്പോൾ ടോട്ടൽ പ്രിൻസിപ്പിൾ ഇതിൻ്റെ സമ്മാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വന്നു, 2144 ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഇതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കിത് ഇതേപോലെ തന്നെ ഏത് കണ്ടന്റ് ആണോ വേണ്ടത്, അതായത് പുതുതായിട്ട് നിങ്ങൾക്ക് മാത്സിൽ അറിയാത്ത ഏതെങ്കിലും മെത്തേഡോ കാര്യങ്ങളോ നിങ്ങൾക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ അതും കൂടെ എന്ത് ചെയ്യുക, നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ. താങ്ക് യു.